മാതൃഭൂമി ആകെ നിലവിട്ട് നിൽക്കുകയാണ്. ജയിച്ച് നമ്മൾ, എനിക്ക് തോന്നുന്നില്ല മാതൃഭൂമി അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പത്രം ഇറക്കിയിരുന്നു. അതായത് ജയിച്ച് നമ്മൾ എന്നാ പറയുന്നത്. അത് ജൻസി കൂറകളുടെ ഒരു, അപ്പം മാതൃഭൂമി ഒരു കൂറപ്പാർട്ടിയുടെ പത്രമായി മാതൃഭൂമി മാറി എന്നുള്ളതാണ് നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ഒരു സംഭവം. ജയിച്ച് നമ്മൾ, കാരണം മറ്റു പത്രങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോഴേ ഈ ഒരു അതിർക്കടന്ന ഒരു ലേഔട്ടും ബാക്കിയുള്ള കാര്യങ്ങളും മനോരമ പോലും ചെയ്തിട്ടില്ല. ജനാധിപത്യ ഇന്ത്യക്ക് ഒരു സാമൂഹിക പാഠം എന്നാണ് പറയുന്നത്. ജനാധിപത്യ ഇന്ത്യക്ക് ഒരു സാമൂഹിക പാഠം. മറ്റൊരു കാര്യത്തിന്റെ ഇടയിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ ജൻസി ഈ കലാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധ കലാപമാണ് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ആ ഒരു ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം പരീക്ഷ ഈ ക്രമക്കേടോ അല്ലെങ്കിൽ നീറ്റിലുണ്ടായ ഈ ചോദ്യപേപ്പർ ചോർച്ചയോ ഒന്നും അതിന്റെ ഒരു ഗൗരവം കുറച്ചിട്ടൊന്നല്ല ഞാൻ കാണുന്നത്. സീരിയസ് ആയ പ്രശ്നം തന്നെയാണ്. അതൊക്കെ പരിഹരിക്കേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ക്രമക്കേട് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാവുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരു സർക്കാർ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ ഒരു സർക്കാരും ഒരു പാളിച്ചകൾ, എല്ലാ സർക്കാരിലും ഇത്തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടാവും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഈ ഒരു പ്രശ്നത്തിൽ ആരൊക്കെയാണോ കുറ്റവാളികൾ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ വളരെ കൃത്യമായി BJP സർക്കാർ ചെയ്തു. അപ്പൊ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ലീക്കായി എന്നുള്ളത് ശരി തന്നെ. രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു 142 ചോദ്യക്കടലാസ് ലീക്കേജുകൾ ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നേരത്തെ കോൺഗ്രസ് സർക്കാരുകൾ ഭരിക്കുന്ന കാലത്ത് ഇതേപോലെയുള്ള ഉന്നത പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റുകളൊക്കെ ഇത്തരത്തിൽപ്പെട്ട ചോദ്യക്കടലാസുകൾ ചോരുകയും പരീക്ഷ അവതാളത്തിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആകെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു മന്ത്രി രാജിവെക്കണം എന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭം എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സംശയം, എന്താണ് ഇതിന്റെ പിന്നിൽ ഈ നീറ്റ് സംഭവമാണോ? കാരണം ആ ജന്തർ മന്ദിറിൽ ഇത് നമ്മൾ വെറും പത്രങ്ങളിലൂടെ അല്ലല്ലോ, മലയാള പത്രങ്ങളൊക്കെ വൺ സൈഡഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മലയാള പത്രങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. അവര് മുഴുവനും ഒരു ഭാഗം മാത്രം കണ്ടു. അവിടെ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ കണ്ടിട്ടില്ല. അവിടെ വിഘടന ശക്തികൾ അല്ലെങ്കിൽ ഇതിന്റെ മറവിൽ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ ഒന്നും മലയാള പത്രങ്ങൾ ഒരു വാർത്തയാക്കിയിട്ടില്ല. നേരെ മറിച്ച് ദേശീയ മാധ്യമങ്ങൾ നോക്കിയാൽ, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ നോക്കിയാൽ വളരെ കൃത്യമായി അക്കാര്യങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാറ്റിനേക്കാളും ഉപരി മലയാളികൾ ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്നത് വർത്തമാന പത്രങ്ങളെയോ അല്ലെങ്കിൽ പരമ്പരാഗത ഈ TV ചാനലുകളെയോ അല്ല. അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ എന്താ പറയുക, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ അവര് അതിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അതിൽ വളരെ കൃത്യമായി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, വേടനാണ് അവിടെ പോയി കണ്ട് ഷോ കാണിക്കുന്നത് അല്ലെ? വേടനും രഞ്ജിനി ഹരിദാസും ഒക്കെ. ശരി, രഞ്ജിനി ഹരിദാസും വേടനും എന്താണ് കേരളത്തിലെ യുവാക്കളുടെ പ്രതീകമാണ്? ഒറ്റ ചോദ്യമാണ് എന്റേത്. കേരളത്തിലെ യുവാക്കളുടെ പ്രതീകമാണോ രഞ്ജിനി ഹരിദാസും വേടനും? വേടൻ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ക്രിമിനൽ. ആർക്കും സംശയമുണ്ടോ? നമ്പർ 1 ക്രിമിനൽ. മൂന്ന് സ്ത്രീപീഡന കേസുകൾ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ്. കഞ്ചാവ് കേസ്, ലഹരി കേസ്, ഇവിടെ തൂഫാനൊക്കെ നടക്കുകയാണ്. അപ്പോഴാണ് ഈ എന്താ പറയാ, കഞ്ചാവ് കൈവശം വെച്ചതിനുള്ള കേസ് എടുത്ത ആളാണ് വേടൻ. മറ്റൊന്ന് ഈ വനം വകുപ്പിന്റെ കേസ്. ഇത്തരത്തിൽപ്പെട്ട 1 നമ്പർ ക്രിമിനലായ വേടനാണ് അവിടെ പോയി കണ്ട് നരേന്ദ്രമോദിനെ പഠിപ്പിക്കുന്നത്. അതിനെ കൈയടിക്കുകയാണ് മുന്നിലിരുന്നിട്ട് ഈ എന്താ പറയാ, രഞ്ജിനി ഹരിദാസിനെ പോലുള്ള സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന ആൾക്കാർ. ഇവിടെ പെഹൽഗാമിൽ, നിങ്ങൾക്കറിയാലോ, ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണം. പെഹൽഗാമിൽ 26 ഇന്ത്യക്കാരെ പാകിസ്ഥാൻ ഭീകരര് വന്ന് പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ചു കൊന്നു അല്ലേ? കലീമ ചൊല്ലാൻ പറഞ്ഞിട്ട് ഇവർ മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവർ നടത്തിയ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തരത്തിലുള്ള നരവേട്ട നടത്തിയല്ലേ? ഈ പറയുന്ന വേടനോ ഈ പറയുന്ന രഞ്ജിനി ഹരിദാസിനോ നിങ്ങൾ അവിടെ കണ്ടിരുന്നോ? അവർക്ക് പറയാം ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കണമെന്ന് ഒരു നിർബന്ധം എന്താ നിർബന്ധം എന്നൊക്കെ അവർക്ക് ചോദിക്കാം. ശരിയാണ്. പക്ഷേ അവർ ഈ സെലക്ട് ചെയ്തിട്ട് അവർ ഈ ഒരു രംഗത്തിലേക്ക് മാത്രം വരുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശശുദ്ധി എന്ന് നമ്മൾ സംശയിച്ചേ പറ്റൂ. മറ്റൊന്ന് അവിടുത്തെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവിടെ നമ്മൾ എത്ര നീറ്റ് പരീക്ഷ എഴുതി എത്ര വിദ്യാർത്ഥികളെ കണ്ടു, എത്ര രക്ഷിതാക്കളെ കണ്ടു? ഒരാളെ പോലും നീറ്റ് പരീക്ഷ എഴുതി അല്ലെങ്കിൽ ആകെ ജീവിതം താറുമാറായ ഏതെങ്കിലും വിദ്യാർത്ഥികളെയോ ഏതെങ്കിലും രക്ഷിതാക്കളെയോ നമ്മൾ അവിടെ കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് കോപ്രായങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു. അതിൽ ഈ വിദ്യാർത്ഥികളെ റെപ്രസെന്റ് ചെയ്താൽ ആരാണുള്ളത്?
രക്ഷിതാക്കളെ റെപ്രസെന്റ് ചെയ്ത് ആരാണുള്ളത്? കുട്ടികളൊക്കെ രണ്ടാമത് പരീക്ഷ എഴുതിയെന്നേ, അതാണ് ഏറ്റവും വലിയ രസം. കുട്ടികളൊക്കെ രണ്ടാമത് പരീക്ഷ എഴുതി, അവരുടെ റാങ്ക് ലിസ്റ്റ് വന്നു, അഡ്മിഷൻ പ്രോസസ്സ് നടക്കുകയാണ്. കുട്ടികളൊക്കെ കുട്ടികളുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇത് പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തണം എന്ന ആവശ്യവുമായി യുവാക്കൾ ഈ രീതിയിൽ ജന്തർ മന്ദറിൽ ഒരു പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ അതൊക്കെ ശരി തന്നെ, അതൊക്കെ ശരി, ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ കാശ്മീരിലെ 370 എന്താ പറയാ പുനഃസ്ഥാപിക്കണം, കാശ്മീരിൽ 370 പുനഃസ്ഥാപിക്കണം എന്ന് വിളിച്ചു പറയാനുള്ള ഒരു ഉദ്ദേശം എന്തായിരുന്നു അവിടെ? ഉമർ ഖാലിദിനെ വിട്ടയക്കണം എന്ന് അവിടെ വിളിച്ചു പറയാനുള്ള ഉദ്ദേശം എന്തായിരുന്നു? അവിടെ ജിഹാദി മുദ്രാവാക്യങ്ങളും തക്ബീർ ധ്വനികളും മുഴങ്ങുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പൊ ഇങ്ങനെ FCRA ഭേദഗതി നിയമം അത് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ നീറ്റ് ഒരു മറവ് മാത്രമായിരുന്നു. അവിടെ എത്തിയ വിദേശികൾ, അർണാബിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ, അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലില്. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അവിടെ അരങ്ങേറിയത്. കഴിഞ്ഞ 1.5 മാസമായി അവിടെ അരങ്ങേറിയത് യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധ കലാപമായിരുന്നു ഈ ജൻസികളുടെ മറവിൽ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ അമേരിക്കയിൽ പഠിക്കാൻ പോയ ഈ ചെക്കൻ ഈ അഭിജിത് ദീപ്കെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതിന് നിമിത്തമായി പറയുന്നത് ഈ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകൾ എന്ന് വിളിച്ചു എന്ന്. ഇന്നത്തെ മാതൃഭൂമിയിലെ കള്ളക്കഥയുണ്ട്. മാതൃഭൂമിയിൽ ഇന്നും ആ കള്ളക്കഥയുണ്ട്. ചീഫ് ജസ്റ്റിസ് യുവാക്കളെ പാറ്റകൾ എന്ന് വിളിച്ചു എന്ന് പറയുന്ന കള്ളക്കഥ മാതൃഭൂമി എന്ന് പറയുന്ന പത്രം ഉളുപ്പില്ലാതെ കൊടുത്തിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയിലെ യുവാക്കളെ പാറ്റകൾ എന്ന് വിളിച്ചിട്ടില്ല. പകരം അദ്ദേഹം വളരെ കൃത്യമായ ഒരു കേസിന്റെ വാദത്തിനിടെ അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമായിരുന്നു. എന്ന് പറഞ്ഞാൽ വ്യാജ ഡിഗ്രികൾ, നിങ്ങൾ ശ്രദ്ധിക്കണം, വ്യാജ ഡിഗ്രികൾ ഉപയോഗിച്ചിട്ട് അഭിഭാഷക സമൂഹത്തിലും മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ കയറിക്കൂടുന്ന യുവാക്കളെയാണ് അദ്ദേഹം പരാന്നഭോജികൾ, പാരസൈറ്റുകൾ എന്ന് വിശേഷിപ്പിച്ചത്. അവർ പാറ്റകളാണ്, കോക്രോച്ചസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയല്ലത്? വ്യാജ ഡിഗ്രികളുമായി ഇത്തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിലെത്തുന്ന ഉദ്യോഗ തലങ്ങളിലെത്തുന്ന ഈ യുവാക്കളെ ചീഫ് ജസ്റ്റിസ് വിമർശിച്ചുകൂടെ? അല്ലാതെ ഇവിടെ ഇന്ത്യയിലെ മുഴുവൻ യുവാക്കളും പാറ്റകളാണ്, കോക്രോച്ചസ് ആണ് എന്നാണോ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ഇത് വിവാദമായപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ രണ്ട് പ്രാവശ്യം ഒന്ന് അദ്ദേഹം നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മാത്രമല്ല, ഒരു കോടതി മുറിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ചീഫ് ജസ്റ്റിസുമാർ പറയുന്ന അല്ലെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന നിരീക്ഷണങ്ങൾ ഇങ്ങനെ ഈ അവരുടെ ഓരോരുത്തരുടെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നിന്ദ്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവൻ ഈ അമേരിക്കയിൽ നിന്ന് ഈ പാറ്റകൾ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ എന്താ പറയാ ഇത്തരത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് യുവാക്കളെ മുഴുവൻ സംഘടിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാലോ, തുടക്കത്തിലൊക്കെ ആകെ സോഷ്യൽ മീഡിയയിൽ ഈ എന്താ പറയാ ഇവരുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേർ ഇൻസ്റ്റയിലും മറ്റും എന്താ പറയാ അതിൽ ചേരുകയൊക്കെ ചെയ്ത് അതിന്റെ എണ്ണം വളരെ ആകെ അതിശയിപ്പിക്കുന്ന എണ്ണമായിരുന്നു ഒക്കെ നമുക്ക് പറയാം. പക്ഷേ എത്ര പേർ സംഘടിച്ചു? ആകെ 300-400 പേര് തുടങ്ങിയ ഒരു സമരമായിരുന്നു. അപ്പോഴാണ് ഈ സമരത്തിന്റെ മറവിൽ നമുക്ക് എങ്ങനെ ഇവിടെ ബംഗ്ലാദേശിലെ പോലെ നരേന്ദ്രമോദി അട്ടിമറിച്ചാലോ, അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോലെ അട്ടിമറിച്ചാലോ, അല്ലെങ്കിൽ നേപ്പാളിലെ പോലെ അട്ടിമറിച്ചാലോ എന്ന ചിന്തയുമായി ഇവിടുത്തെ വിഘടന ശക്തികൾ പണം ഒഴുക്കാൻ തുടങ്ങി. അവരുടെ പ്രതിനിധികൾ വരാൻ തുടങ്ങി. അതിന്റെ മറവിൽ ഒരുപാട് സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഇവിടെ വന്നു. അവരാണ് അഴിഞ്ഞാടിയത്. എത്ര 128 പോലീസുകാരെയാണ് ആക്രമിച്ചത്. നിരവധി പത്രലേഖകരെ ആക്രമിച്ചു. നിരവധി വാഹനങ്ങൾ തകർത്തു. അപ്പൊ ഇങ്ങനെ ഒരുപാട് അഴിഞ്ഞാട്ടങ്ങൾ ഇതിന്റെ പിന്നിൽ നടന്നു. ഒരു മലയാള മാധ്യമവും ഇക്കാര്യം പറയുന്നില്ല. ഞാൻ ഇന്ന് ഈ പത്രങ്ങളുടെ എഡിറ്റോറിയൽ വായിച്ചപ്പോ ഇപ്പൊ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിനെ കുറിച്ച് ഞാൻ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു ചറ്റ എഡിറ്റോറിയലിനെ കുറിച്ച് ഒരു എന്താ പറയാ തെമ്മാടിത്തത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് തുടരുകയാണ്. തുടരുക തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ഇന്നത്തെ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിലൂടെ മാതൃഭൂമി ആവശ്യപ്പെടുന്നത് എന്താ പറയാ ഇത്തരം പ്രക്ഷോഭങ്ങളിലൂടെ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഇനിയും തുടരണമെന്നും അങ്ങനെ ഈ സംവിധാനത്തെ മാറ്റണമെന്നുമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാതൃഭൂമി പത്രം പറയുകയാണ് ജനാധിപത്യ വ്യവസ്ഥ വേണ്ട എന്ന് പറയുകയാണ്. ഇവിടെ വോട്ടെടുപ്പും ജനാധിപത്യങ്ങളൊന്നും വേണ്ട, ഇങ്ങനെ കുറെ തെമ്മാടികൾ ഇവിടെ അഴിഞ്ഞാടിയാൽ മതി, എന്നിട്ട് നിങ്ങൾ അട്ടിമറിക്കുന്ന പറയുന്നത്. ഇന്നത്തെ മാതൃഭൂമിയിലെ എഡിറ്റോറിയലാണ്. ഞാൻ കഴിഞ്ഞൊരു എഡിറ്റോറിയൽ പറയുന്നത് ഇങ്ങനെ നിരന്തരം ഒരു പത്രത്തെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ ഒരു പത്രം, പ്രത്യേകിച്ച് മാതൃഭൂമിയുള്ള ഒരു പത്രം, മാതൃഭൂമി പോലുള്ളൊരു പത്രം, ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കുക നിങ്ങൾ. വിജയത്തൂമയിൽ ജന്തർ മന്ദിർ എന്നാണ് അതിന്റെ തലക്കെട്ട് കേട്ടോ. അത് ആ എഡിറ്റോറിയൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവധൂത മനസ്സുമായി ജന്തർ മന്ദറിലെ സമരാങ്കണത്തിലണിഞ്ഞ
എന്താണ് അവധൂത മനസ്സുമായി ജന്തർ മന്ദറിലെ സമരാങ്കണത്തിൽ അണഞ്ഞ ചുണക്കുട്ടികൾ വിജയിച്ചിരിക്കുന്നു. കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞോട്ടെ, ചുണക്കുട്ടികൾ വിജയിച്ചിരിക്കുന്നു. ഈ ചുണക്കുട്ടികൾക്ക് പിന്നിൽ തെമ്മാടി കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഒരിടത്തും സൂചിപ്പിക്കുന്നില്ല. പക്ഷെ മറ്റൊരു പത്രം കേരള കൗമുദി, നിങ്ങൾ അത് ആദ്യം നോക്കണേ. എങ്ങനെയാണ് ഒരു എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ ഒരു പത്രം എഴുതുമ്പോൾ ശരി, ജൻസി വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ആഘോഷിക്കാം, ജൻസികളുടെ വിജയം, യുവാക്കളുടെ വിജയം, അതില് രാഹുൽ ഗാന്ധിയുടെ പങ്ക്, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ പറയുമ്പോഴും അതിന്റെ അകത്തുണ്ടായ ഇത്തരത്തിൽപ്പെട്ട പാളിച്ചകളെ കുറിച്ച് നമ്മൾ പറയണം. കേരള കൗമുദി വളരെ വ്യക്തമായി പറയുന്നു. കേരള കൗമുദി പറയുന്നു, അതേസമയം ഈ സമരത്തെ മുതലെടുത്ത്, ശ്രദ്ധിക്കണേ, അതേസമയം ഈ സമരത്തെ മുതലെടുത്ത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ബാഹ്യശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്യന്തം ദൗർഭാഗ്യകരമായ ഈ ഇടപെടലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സംഭവങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഇടയാക്കി. അതാണ് ഏറ്റവും പ്രധാനം. പറയുന്നു, ഇത് ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് സർക്കാർ തയ്യാറായത് എന്താണ്? ഇവർ മുതലെടുപ്പ് നടത്തുന്നു. ഇത്തരത്തിൽപ്പെട്ട രാജ്യവിരുദ്ധ ശക്തികൾ, വിഘടന ശക്തികൾ, അവർ മുതലെടുപ്പ് നടത്താതിരിക്കാൻ ഇത് ഇനിയും മുന്നോട്ട് പോയാൽ ഇത്തരത്തിൽപ്പെട്ട കൂട്ടക്കുഴപ്പങ്ങൾക്ക് ഇവർ തയ്യാറാകും. അതുകൊണ്ട് മാത്രമാണ് വിട്ടുവീഴ്ചക്ക് സർക്കാർ തയ്യാറായത്. അതല്ല പറയുന്ന പോലെ മോദി വിറച്ചു, BJP സർക്കാർ വിറച്ചു. അയ്യോ, ഇത് കാണുമ്പോഴത്തേക്ക് മോദി സർക്കാർ വിറക്കുകയാണല്ലോ. അങ്ങനെയാണ് ഈ പറയുന്ന മറ്റു പത്രങ്ങളൊക്കെ പറയുന്നത്. മാതൃഭൂമിയിലേക്ക് വീണ്ടും നമുക്കൊന്ന് കടക്കാം. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്നിട്ട് പറയാണല്ലോ, അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ കാലുഷ്യരഹിതമായിരുന്നു എന്ന്. രണ്ടാമത്തെ വാചകമാണ്, അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ കാലുഷ്യരഹിതമായിരുന്നു. അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്തൊക്കെ? ഇവിടെ ഹൈന്ദവ ദേവീദേവന്മാരെ വരെ തെറി വിളിച്ചു. നമ്മുടെ സൈനികർ തെറി വിളിച്ചു. തെറി വിളിക്കുക മാത്രമല്ല, ഈ പ്ലക്കാർഡുകളിൽ സൈനികർക്കെതിരായ അവഹേളന മുദ്രാവാക്യങ്ങൾ എഴുതി പിടിപ്പിച്ചു സൈനികരെ. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. സൈനികരെ ആക്ഷേപിക്കുക, ഹൈന്ദവ ദേവീദേവന്മാരെ ആക്ഷേപിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. ഇതൊന്നും മാതൃഭൂമി കാണുന്നില്ല. എന്നിട്ട് പറയാണ് കാലുഷ്യരഹിതമായിരുന്നു. എന്താ വെള്ളപൂശല്? കാലുഷ്യരഹിതമത്രേ അവിടുത്തെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ. അവിടെ ഉയർന്ന പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണം അവിടെ പറഞ്ഞില്ലേ? പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലണമെന്ന് അവിടെ പറഞ്ഞില്ലേ? പ്രധാനമന്ത്രി ചാണകം തിന്നുകയാണെന്ന് അവിടെ പറഞ്ഞില്ലേ? എന്തൊക്കെ വേടന്റെ പാട്ടുകൾ, വേടന്റെയും കൂടെയുള്ള തെമ്മാടി കൂട്ടത്തിന്റെയും പാട്ടുകൾ നമ്മൾ കേട്ടില്ലേ? പാട്ടുകളല്ല, കഥപറച്ചിലുകൾ. അതിലെന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു? എത്രമാത്രം ആക്ഷേപകരമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്? ഇതൊക്കെ പറയുന്നത് മാതൃഭൂമി പറയുകയാണല്ലോ. ഇതൊക്കെ വളരെ നന്നായി എന്നാ പറയുന്നത്. ഇത്ര ഉളുപ്പില്ലാത്തൊരു പത്രം, അതാ ഞാൻ പറയുന്നത്, ഇത്ര ഉളുപ്പില്ലാത്ത. ഇത് പൈസ കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങിയാണ്. പൈസ കൊടുത്തിട്ട് വായനക്കാർ വാങ്ങുന്ന ഈ പത്രം പ്രചരിപ്പിക്കുന്നത് വിഘടനവാദമാണ്, രാജ്യവിരുദ്ധതയാണ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഒരിക്കൽ കൂടി ഈ എന്താ പറയുക, ഇവരുടെ എഡിറ്റോറിയൽ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. അട്ടിമറിക്കൂ എന്നാ പറയുന്നത്. നിങ്ങൾ നരേന്ദ്രമോദി അട്ടിമറിക്കൂ. അടുത്ത 2029 അല്ലെങ്കിൽ 2031 തെരഞ്ഞെടുപ്പ് വരെ ഒന്നും കാത്തു നിൽക്കട്ട. നിങ്ങൾ അട്ടിമറിച്ചോളൂ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാരിനോട് വിയോജിപ്പുണ്ടെങ്കിൽ മാറ്റേണ്ടത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. അതാണ് മഹത്തായ ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ പത്രം പറയുന്നത് അതല്ല. ഇതാണത്രേ ശരി. അപ്പൊ അവിടുത്തെ മുദ്രാവാക്യങ്ങൾ കാലുഷ്യരഹിതമായിരുന്നു. നെഞ്ചിന്റെ അളവല്ല, ഹൃദയത്തിന്റെ വികാസമായിരുന്നു അവരുടെ ശക്തി എന്ന്. അതായത് നെഞ്ചിന്റെ അളവല്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു പ്രധാനമന്ത്രിയെ അവഗണിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിക്ക് എന്തോ നെഞ്ചളവ്, 56 ഇഞ്ച് നെഞ്ചളവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപം. ശരി, നിങ്ങൾക്ക് പ്രസംഗങ്ങളിൽ ആക്ഷേപിക്കാം, പക്ഷെ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട്. ഈ പറയുന്ന ഇതെഴുതിയ മണുഗുണാഞ്ചന്മാർ അറിയാത്തതാണ്. മാതൃഭൂമിയുടെ എഡിറ്റോറിയലായ മാന്യതയുടെ. അതിന് പകരം പ്രധാനമന്ത്രിയുടെ നെഞ്ചളവാണ് ഇവൻ അളക്കാൻ വേണ്ടി വരുന്നത്. പ്രധാനമന്ത്രിയുടെ നെഞ്ചളവ് അളക്കാനാണ് ഈ പറയുന്ന എഡിറ്റോറിയൽ എഴുതിയ ഈ അധമന്മാർ ശ്രമിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ നെഞ്ചളവിനേക്കാൾ നെഞ്ചിന്റെ അളവല്ല, ഹൃദയത്തിന്റെ വികാസമായിരുന്നു അവരുടെ ശക്തി. ഈ ജൻസി കലാപം എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ. ജൻസി കലാപത്തിന്റെ മറവിൽ അരങ്ങേറിയതിന് ഇവർ പറയുന്നു ഹൃദയ വിശാലത എന്ന് പറയുന്നത്. പിന്നെ ഗാന്ധിയും അംബേദ്കറും സമന്വയിക്കുന്ന ദർശനമാണ് അവർ മന്ത്രണം ചെയ്തത്. ദേശദ്രോഹികളെന്നും തീവ്രവാദികളെന്നും വിളിച്ചവരെ അവർ ഗൗനിച്ചില്ല. ഈ കുട്ടികൾക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന് പറഞ്ഞവർ സ്വയം പരിഹാസ്യരായോ? എന്തൊരു കുട്ടികളല്ലേ, നിഷ്കളങ്ക കുട്ടികൾ. ഗറില്ല പോരാളികൾ സുവിശേഷ പുരോഹിതരാണ് എന്ന ചെഗുവേര വചനത്തെ ഈ കുട്ടികൾ ഒരു തരത്തിൽ ഓർമ്മിപ്പിച്ചു. ജന്തർ മന്ദറിൽ അവർ ക്രിസ്തുവിനെയും ഗാന്ധിയെയും അംബേദ്കറെയും കുടിയിരുത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരുടെ അതായത് ജന്തർ മന്ദറിൽ ഈ കുട്ടികൾ ആരെയാ കുടിയിരുത്തി അറിയോ? ക്രിസ്തുവിനെ, ഗാന്ധിയെ, അംബേദ്കറെ.
ഗാന്ധി, ക്രിസ്തു. അത്ര മതി. ഇതാണ് മാതൃഭൂമിയുടെ ലക്ഷ്യം. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിലുള്ള കുടിലത ആലോചിച്ച് നോക്കണം. ഭാരതത്തിന്റെ പൈതൃകമായ അല്ലെ രാമരാജ്യം സ്വപ്നം കണ്ട ഗാന്ധിജിയായിരുന്നു. ശ്രീരാമനെയും സീതയെയും തെറി വിളിക്കുകയായിരുന്നു അവിടെ. എന്നിട്ട് ഇവരിവിടെ യേശുക്രിസ്തുവിന്റെ മഹത്വം, ഗാന്ധിജിയുടെ മഹത്വം, അംബേദ്കറുടെ മഹത്വം അത്രേ അവർ പറയുന്നുള്ളൂ. അതിനങ്ങപ്പുറം പറയില്ല. രാമൻ എന്ന് മിണ്ടില്ല മാതൃഭൂമിക്ക്, ശ്രീരാമൻ എന്ന് മിണ്ടില്ല മാതൃഭൂമി. അതാണ് മാതൃഭൂമി. എന്നിട്ടും ഇവിടുത്തെ ഹൈന്ദവർ പൈസ കൊടുത്ത് ഈ പത്രം വാങ്ങുകയാണ്. അവരുടെ സമരവഴി ശാന്തിയുടെയും പ്രജ്ഞയുടേതുമായിരുന്നു. അവരുടെ സമരവഴി എഡിറ്റോറിയൽ എഴുതുകയാണ്. അവരുടെ സമരവഴി ഈ പറയുന്ന ജൻസി പ്രക്ഷോഭകാരികളുടെ, കലാപകാരികളുടെ സമരവഴി ശാന്തിയുടെയും പ്രജ്ഞയുടേതുമായിരുന്നു എന്ന്. ഇതാണ് നമ്മൾ കണ്ടത്. പാർലമെന്റിലേക്കുള്ള ഇവരുടെ ഈ പ്രക്ഷോഭം ശാന്തമായിരുന്നു അത്രേ. ഇവര് പോലീസുകാരെയും ഇവര് മാധ്യമപ്രവർത്തകരെയും ഏതൊക്കെ വിധത്തിലായിരുന്നു ആക്രമിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പറയാണ് വളരെ സമാധാനപരമായിരുന്നു എന്ന്. ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാലേ ഞാൻ പറയുന്നില്ല ബാക്കി. ഇതുകൂടി ഒന്ന് കാണാം. ദേശാഭിമാനിയുടെ ഏറ്റവും വലിയ രസം എന്താ അറിയോ? സമരത്തീ പകർന്നത് ഇടതുപക്ഷം എന്നാ പറയുന്നത്. സമരത്തീ പകർന്ന് ഇടതുപക്ഷം. അവിടെ സമരത്തിൽ പങ്കെടുത്തത് നമ്മുടെ ജൻസി എന്താ പറയാ, കൂറപ്പാർട്ടി ആണെങ്കിലും കോക്രോച്ച് പാർട്ടി ആണെങ്കിലും ഞങ്ങളാണ് അവർക്ക് കഞ്ഞി വെച്ച് കൊടുത്തതെന്ന് പറയാണ് കേട്ടോ. അതായത് CJP തുടക്കമിട്ട ജന്തർ മന്ദർ സമരത്തിൽ ആദ്യാവസാനം ഇടതുപക്ഷത്തിന്റെ സജീവ സാന്നിധ്യം 10 പ്രാവശ്യം പറയുന്നുണ്ട് ഈ വാർത്തയിൽ. ഇടതുപക്ഷത്തിന്റെ സജീവ സാന്നിധ്യം ഏതായാലും കേരളകൗമുദിയോ മാതൃഭൂമിയോ മനോരമയോ ഒന്നും അതിൽ ഒരിടത്തും ഇടതുപക്ഷത്തിന്റെ ഒരു സ്വാധീനത്തെ കുറിച്ച് അവർ പറയുന്നില്ല. രാഹുൽ ഗാന്ധിയെ പറ്റി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിന്റെയും ഈ എന്താ പറയാ ഇടപെടലിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷം അവിടെ ഇടതുപക്ഷം ചെയ്തത് അവിടെ? ഇടതുപക്ഷത്ത് ആരാളുള്ളത്? ഡൽഹിയിൽ ആരാളുള്ളത്? ആകെ ഈ 4 നേതാക്കന്മാരവിടെ പോയിട്ട് അവരാകെ ചെയ്തത് പാർട്ടികൾക്ക് കഞ്ഞി വെച്ചു കൊടുത്തു. പിന്നെ അവരുടെ കോണകം പിടിച്ച് നടന്നു. മാത്രമല്ലേ അവിടെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ദേശാഭിമാനി എന്ന് പറയുന്നത് മുഴുവൻ എന്താണ്? സമരത്തീ പകർന്നത് ഇടതുപക്ഷം, തുടർ പ്രക്ഷോഭം വേണം CPIM. ഈ നടപടികൾക്ക് തയ്യാറായില്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വീഴ്ചകൾ ആവർത്തിക്കും. ഭാവിയെ ബാധിക്കുന്ന ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ തുടർന്നും പ്രചാരണവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ PB പ്രസ്താവനയിൽ അറിയിച്ചു. MA ബേബി പറയുന്നു, മോദി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭമാണിത്. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി കിടഞ്ഞു ശ്രമിച്ചെങ്കിലും ഒടുവിൽ മുട്ടുമടക്കി. ഇത് ജനങ്ങളുടെ വിജയം എന്നൊക്കെയാണ് ബേബി പറയുന്നത്. അപ്പൊ ഇതില് ഇന്ന് രാജ്യമാകെ SFI വിജയാഹ്ലാദം. അതാണ് ഏറ്റവും വലിയ തമാശ. ഒരു കോമഡി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്ന് രാജ്യമാകെ SFI വിജയാഹ്ലാദം. എന്തിന് SFI എന്തിനാ വിജയാഹ്ലാദം നടത്തുന്നത്? അവിടെ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്ഷോഭം, ആ പ്രക്ഷോഭം അക്രമാസക്തമാകുന്നത് കണ്ടപ്പോൾ, അതിന്റെ പിന്നിൽ വിഘടനവാദികൾ നുഴഞ്ഞു കയറുന്നത് കണ്ടപ്പോൾ, അവരൊരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ, അവിടെ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പാർലമെന്റ് മാർച്ച് അവർ നടത്താൻ വേണ്ടി പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ തന്ത്രപരമായി എന്താ പറയാ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് സർക്കാർ പറയുകയാണ്. ഏതൊരു സർക്കാരും ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. അതല്ലാതെ ഇവർക്ക് മുമ്പിൽ മുട്ടുമടക്കിയതല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, വളയാം, അതായത് ഒടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ നമുക്കൊന്ന് വളഞ്ഞു കൊടുക്കാം, താൽക്കാലികമായി വളഞ്ഞു കൊടുക്കാം. ആ താൽക്കാലികമായി വളഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒടുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ എന്താ പറയാ ഒരു വിജയമന്ത്രമാണത്. അതാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. അപ്പൊ ഏതായാലും മലയാള മാധ്യമങ്ങൾ ഇനിയും ഇവരുടെ ഈ കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളൊക്കെ തുടരും. പക്ഷേ ഇത് മാത്രമല്ല ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് ഈ മൂഢന്മാർ തിരിച്ചറിഞ്ഞാൽ ഇവർക്ക് നല്ലത്. അത്രേ പറയാനുള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.